ഫാറ്റി ലിവർ, PCOD, പീരിയോഡിക്കൽ ഇഷ്യൂ എല്ലാം അടുത്തടുത്ത് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ ബോഡി ഹെൽത്തായി ഈ ഡയറ്റിലൂടെ നിങ്ങൾക്ക് ഇതൊന്ന് കറക്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഗ്യാസിന്റെ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അയമോദകോ പച്ചിഞ്ചി ചതച്ചിട്ട വെള്ളം പകല് കുടിക്കുക. ആ കൂടെ പുതിനേനയും കൂടെ വെള്ളത്തിലിടുന്നത് നല്ലതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വർക്കൗട്ടും കൂടെ ചെയ്യുവാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഫാറ്റ് ലിവർ വരെ നിങ്ങൾ മാറുന്നത്. PCODക്കും തൈറോയിഡിനും ഒക്കെ ഉള്ളൊരു ഡയറ്റിന്റെ വീഡിയോ ആണ്. അമിതവണ്ണം ആണ് അതിന്റെ പ്രധാന ലക്ഷണം. നമുക്ക് ഓവറായിട്ട് വണ്ണം വെക്കുക, നമ്മുടെ സ്കിന്നില് ഹെയർ ഉണ്ടാകുക, പിന്നെ നമുക്ക് കഴുത്തിന് ചുറ്റും കറുപ്പുണ്ടാകുക, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് PCOD പീരിയഡ്സും ഒക്കെ അല്ലായിരിക്കും. അപ്പം പിന്നെ അവർക്ക് തൈറോയിഡ് വരും, വേറെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരും. ഇതൊക്കെ മാറ്റാനായിട്ട് നിങ്ങൾ വർക്കൗട്ടിനൊപ്പം മസ്റ്റായിട്ടും ഈ ഒരു ഡയറ്റ് പാലിച്ചാൽ നിങ്ങൾക്ക് ഇത് നല്ലതായിട്ട് വ്യത്യാസം വരാൻ പറ്റും. നമുക്ക് സ്കിൻ ഗ്ലോ ആവും, ഹെയർ ഗ്രോത്ത് കുറയും, നമ്മുടെ ആ ചീർപ്പൊക്കെ മാറി ബോഡിക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവും. ഫസ്റ്റ് ചെയ്യേണ്ടത് രാവിലെ ഏൽക്കുമ്പോൾ നിങ്ങൾ ഇപ്പൊ നമ്മൾ എള്ള് കാലൊക്കെ ഇരിക്കണ അരിപ്പ് എടുക്കുക, അതിലോട്ട് എള്ള് കഴുകി വെക്കുക. അപ്പൊ നല്ല മയമായിട്ടിരിക്കും. വെച്ചിട്ട് നമ്മൾ പല്ല് തേച്ച ഉടനെ തന്നെ ആ എള്ള് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് ചൂടുവെള്ളം കുടിക്കും. ബ്രഷ് ചെയ്യാൻ പോകുന്നതിന് ഇങ്ങനെ അരിപ്പയില് എള്ള് കഴുകി വെക്കണം. ഒരു 1/4 സ്പൂണ് നല്ലതാണ്, പീരിയഡ് നല്ലതാണ്. നമുക്കറിയാം തലമുടി തൊട്ട് നമ്മുടെ ദേഹത്തിന് ഫുള്ളുള്ള വൈറ്റമിൻസ് എള്ളിലുണ്ട്. അപ്പൊ എള്ളൊന്നെങ്കിൽ ഒന്ന് ഉണക്കി പൊടിച്ചിട്ട് വെക്കാം. ഉണക്കി പൊടിക്കാന്ന് പറഞ്ഞാൽ ഒന്ന് വെയിലത്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ പാനിൽ ഒന്ന് വറുത്തെടുക്കണം. പക്ഷെ വറുക്കുമ്പോൾ അത് പൊട്ടിപ്പോകരുത്, പൊട്ടി അതിന്റെ എണ്ണ പോകും. ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ചിട്ട് അന്ന് പൊടിച്ചെടുത്ത് വെച്ചാൽ കൂടെ നിങ്ങൾക്ക് ഓവറായിട്ട് കതപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വെളുത്തുള്ളി അല്ലിയും കൂടെ വെച്ചാൽ വെളുത്തുള്ളി ഉണ്ടല്ല, ഒരല്ലി എടുക്കുക. എന്നിട്ട് അതിനെ പൊളിച്ചിട്ട് നമുക്ക് വെറുതെ മെഴുകാവുന്നതാണ്. ചതയ്ക്കോ ഒന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ അരിഞ്ഞിട്ടാണെങ്കിലും മെഴുകാം. ഫസ്റ്റ് ചെയ്യുക ഇത്. എന്നിട്ട് നമ്മൾ തലേദിവസം ഒരു 7 ഉണക്കമുന്തിരിയും കുറച്ച് ഈന്തപ്പഴം, 2-3 ഈന്തപ്പഴം കുരുകളഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കണം. അത് നമ്മൾ എള്ള് കഴിച്ച് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇതിനെ എടുക്കുക. മിക്സി ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇച്ചിരി ഒരു കരിപ്പെട്ടിയുടെ ചെറിയ പീസ് ഇട്ടിട്ട് അരച്ചിട്ട് ജ്യൂസാക്കി ചൂടുവെള്ളം ഒഴിച്ച് അരിച്ചു കുടിക്കാം. അല്ലെങ്കിൽ ഇത് കുതിർന്നത് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കരിപ്പെട്ടിയും കൂടി ഇച്ചിരിട്ട് ഞെരടി പിഴിഞ്ഞ് കുടിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു അരമണിക്കൂർ കൂടെ കഴിഞ്ഞിട്ട് ഒരു കട്ടൻ കാപ്പി ബ്ലാക്ക് കോഫി എടുക്കുക. വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കലക്കി കുടിച്ചാൽ തിളപ്പിച്ചിട്ട് ചെറിയ ചൂടോടെ 1/4 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അത് കഴിഞ്ഞ് വേണം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ. വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പാൽച്ചായ കുടിക്കാം. അതിൽ ബൂസ്റ്റോ ഹോർലിക്സോ ഒന്നും യൂസ് ചെയ്യേണ്ട. പാൽച്ചായയിൽ വേണേ മധുരമില്ല. അത് കഴിഞ്ഞിട്ട് ആ കൂടത്തിന് ഒരു ഫുൾ മുട്ട എന്ന് പറഞ്ഞാൽ ഉണ്ണിയുള്ള മുട്ട, 2 എഗ് വൈറ്റ് ബുൾസൈ പോലെ കഴിക്കാം. അല്ലെങ്കിൽ നമുക്കതിൽ ഓട്സ് ഇട്ടിട്ട് കുറെ വെജിറ്റബിൾ ഒക്കെ ഇട്ട് അപ്പം പോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അതായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത്. ഇത് നന്നായിട്ട് പിന്നെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഒരു ചപ്പാത്തി, ചോറിനുള്ള കറികളെല്ലാം അതിൽ കഴിക്കാം. നമുക്ക് ഫിഷും മീറ്റും ഒക്കെ കഴിക്കുമ്പോൾ അതിന്റെ ഗ്രേവി കൂട്ടാതിരിക്കുക. ഇപ്പം ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെറുപയർ പുഴുങ്ങി കഴിക്കാം, മുതിര പുഴുങ്ങി കഴിക്കാം, പച്ച ഏത്തയ്ക്ക പുഴുങ്ങി കഴിക്കാം. ആ കൂടെ കറികൾക്ക് നിങ്ങൾ യൂസ് ചെയ്യാം. 4 മണിയാകുമ്പോൾ 4 മണിക്ക് നാരങ്ങ വെള്ളം ഉപ്പിട്ട് കുടിക്കുക. കുറച്ച് നാരങ്ങ എടുത്താൽ മതി. എന്നിട്ട് ആ കൂടത്തിൽ നിലക്കടല, അത് നമ്മൾ തൊണ്ടോട് കൂടിയുള്ള മാറ്റി പൊട്ടിച്ചാണെങ്കിലും കഴിക്കാം, വറുത്ത് കഴിക്കാം. എരിവുള്ളതല്ല, നിലക്കടല എന്ന് പറയും. നമ്മൾ ഇനി ചുമന്ന് കുഞ്ഞി കടല കിട്ടും, അത് കഴിക്കുക. അതിട്ട് 4 മണിക്കാണ് ഇത് കഴിക്കേണ്ടത്. പിന്നീടും വെള്ളം കുടിക്കുക. രാത്രി ഒന്നെങ്കിൽ പേരക്കയുടെ പകുതി, ആപ്പിളിന്റെ പകുതി കഴിക്കുക, അല്ലെങ്കിൽ കപ്പളങ്ങ അപ്പഴോ റോസ്റ്റപ്പഴം കഴിക്കുക. മിക്സഡ് ഫ്രൂട്ട് കഴിക്കാമെന്നുള്ളൂ ഇതിനകത്ത്. എന്നിട്ട് നമുക്ക് കിടക്കാൻ നേരത്ത് ഒരു ഗ്രീൻ ടീ, 1 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് ഇല ഇട്ട് വെക്കുക. കിടക്കാൻ നേരത്ത് അത് ഊറ്റി കുടിച്ചിട്ട് കിടക്കുക. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വിശന്നാല് ക്യാരറ്റ്, കുക്കുംബർ, ഇഞ്ചി ജ്യൂസ് അടിച്ച് കുടിക്കുക. അത് ആ കൂടെ ചീരയില ഇടാവുന്നതാണ്. പിന്നെ ഒരു സാലഡും കൂടെ നിങ്ങൾക്ക് ഒരു ദിവസം നമ്മൾ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് ഒരു സാലഡും കൂടെ കഴിക്കാം. സാലഡിൽ വേണ്ടത് ക്യാരറ്റ് മസ്റ്റായിട്ടും മത്തങ്ങയുടെ ഒരു പീസ് വേണം, സവോള വേണം, ചീരയില വേണം. ഇതെല്ലാം കൂടെ ഗ്രൈൻഡ് നമ്മളിങ്ങനെ ഉരച്ചെടുത്തു, കുഞ്ഞാക്കി ഉരച്ചെടുത്തിട്ട് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക, ചതച്ച മുളകിടുക, വെളിച്ചെണ്ണ ഒഴിക്കുക, ഞെരടുക, ഒന്ന് കരച്ചിട്ട് കഴിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.